ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്. നിങ്ങൾക്കും സുഖം തന്നെയല്ലേ? അല്ലേ? അൽഹംദുലില്ലാഹ് എന്ന് പറയൂ. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മളോട് ആരെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചാൽ മനസ്സറിഞ്ഞ് നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണം. ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം എല്ലാവരുടെയും ജീവിതത്തിലും ഇരിക്കേണ്ട ഒരു സംഭവമാണ്. അതില്ലാത്ത ഒരു ജീവിതം നമുക്കില്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരും, അത് പോകും. ഒരു മല കണ്ടിട്ടില്ലേ നിങ്ങളൊരു കുന്ന്? ഒരു മല ഒന്ന് നോക്കൂ. അതിന് ഒരു കയറ്റമുണ്ട്. ഒരു ഭാഗം കയറ്റമാണ്, മറുഭാഗത്തിലൂടെ ഇറക്കമാണുള്ളത്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. കയറ്റവും ഇറക്കവുമായി അങ്ങനെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറിക്കൊണ്ടിരിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നമ്മൾ നോക്കൂ. എന്തെങ്കിലും ഒരു കുറവോ കുഴപ്പമോ പഠിച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് അൽഹംദുലില്ലാഹ് എന്ന് പഠിച്ചവനോട് പറയണ്ടേ? നമ്മൾ ജനിച്ച ഉടനെ അള്ളാഹു നമുക്ക് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം തന്നു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിൽ, നമ്മുടെ ഒരു കൈ നമുക്ക് തന്നില്ലായിരുന്നു എങ്കിൽ, നമ്മുടെ ഒരു കാലിന് മറ്റേ കാലിൻ്റെ അത്ര നീളം ഉണ്ടായിരുന്നില്ല എങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു അവസ്ഥ. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളതോ പുറത്തുള്ളതോ ആയ അവയവങ്ങൾ ഏതെങ്കിലും ഒന്ന് പടച്ചവൻ നമുക്ക് ജനിച്ചപ്പോഴേ തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഈ ഭൂമിയിൽ ആരെക്കൊണ്ടാണ് നമുക്ക് അള്ളാഹു ഉണ്ടാക്കി തരുന്നത് പോലെ ഉണ്ടാക്കി തരാൻ കഴിയുക? അപ്പോൾ നമ്മുടെ ആ ഒരു അനുഗ്രഹങ്ങൾക്കൊക്കെ കേടുപാട് കൂടാതെ നമ്മുടെ ഈ ശരീരം തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയണം. അപ്പോൾ നമ്മൾ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഏത് നേരം അൽഹംദുലില്ലാഹ് എന്ന് തന്നെ പറയണം. മറ്റ് പ്രയാസങ്ങൾ വരും പോകും, അതതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളുടെ വീടിനടുത്തൊരു സഹോദരിയുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സഹോദരിക്ക് 2 കാലുകൾക്കും ശേഷിയില്ല. ഇങ്ങനെ കാല് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ നിരങ്ങി പോകുമല്ലോ, അങ്ങനെയുള്ളൂ നടക്കാൻ പറ്റുക. അതിന് പിന്നെ എല്ലായിടത്തേക്കും പോകാനിപ്പോൾ ഒരു സ്കൂട്ടി ഉണ്ട്. ബാക്കിൽ 2 ചക്രം, മുന്നിൽ 3 ചക്രം, അങ്ങനത്തെ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വരും, കുറേ സംസാരിച്ചിരിക്കും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പണികളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് അതിനോടൊന്ന് സംസാരിച്ചിരിക്കും. അപ്പോൾ അതിനൊരു സമാധാനമായിക്കാരം. അത് ആലോചിച്ചിട്ടാണ് ഞാൻ കുറച്ച് സമയം അതിനു വേണ്ടി ചിലവഴിക്കുന്നത്. ആ സഹോദരിയുടെ 2 കാലിന് ശേഷിയില്ലെങ്കിലും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അത് ചെയ്യും. എല്ലായിടത്തേക്കും ഈ സ്കൂട്ടിമ്മ പോവും, അതിൻ്റെ ഭക്ഷണങ്ങളൊക്കെ അതുണ്ടാക്കും. അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും ആ ഒരു 2 കാലില്ല എന്നുള്ള പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാ കഴിവുകളും അതിന് കൊടുത്തിട്ടുണ്ട്. ഉമ്മ ഉപ്പ അതില്ല, ഭർത്താവില്ല, മക്കളില്ല, ഒറ്റക്കാണ് ഒരു വീട്ടിൽ ജീവിക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരിയെ കാണുമ്പോഴേക്ക് ഞാൻ എന്താ ഓർക്കലെന്നറിയോ? പഠിച്ചവനെ, എനിക്ക് പഠിച്ചവൻ എല്ലാ ഒരു ശരീരത്തിന് ഒരു കുഴപ്പവും തന്നിട്ടില്ല, എല്ലാം തന്നിക്കണം അൽഹംദുലില്ലാഹ്. ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എനിക്ക് ആഗ്രഹമുള്ള സ്ഥലത്തേക്കൊക്കെ എനിക്കിതുപോലെ ഇങ്ങനെ നടന്നു പോകാൻ കഴിയുമോ? ഇല്ലല്ലോ. ഈ സഹോദരിക്ക് ഈ ഒരു വണ്ടി ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തുകൂടി പോകും. പക്ഷേ എന്നാലും നമ്മളെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ സഹോദരിക്കൊരു ആഗ്രഹം ഉണ്ടാവും. എനിക്ക് കാലുകൾ പഠിച്ചവൻ തന്നിരുന്നെങ്കിൽ എനിക്ക് നടക്കാമായിരുന്നു, ഓടാമായിരുന്നു, ചാടാമായിരുന്നു, എല്ലാം ആഗ്രഹമുണ്ടാവും. അത് പുറത്തേക്ക് പറയുന്നില്ലെങ്കിലും അതിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. ആ സഹോദരി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതൽ, പഠിച്ചവനെ, എനിക്ക് അള്ളാഹു എല്ലാ ഗുണങ്ങളും തന്നിട്ടുണ്ട്. ശരീരത്തിനൊരു അവയവത്തിനും കേടുകളൊന്നും അൽഹംദുലില്ലാഹ് ഇതുവരെ ഇല്ല. എല്ലാം അള്ളാഹു നല്ല പോലെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ സഹോദരിക്ക് കാലുകളില്ല. അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഞാൻ പഠിച്ച തമ്പുരാന് കാലുകൾ കൊടുക്കാത്ത ഈ ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം ചിലവഴിക്കണു എന്നൊരു നിയത്തോട് കൂടിയിട്ടാണ്. അതിൻ്റെ സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ എന്ന നിയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ സഹോദരിയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരിക്കും. രാവിലെ സമയത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അതിന് വേറെയും അസുഖങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ചിലപ്പോൾ എൻ്റെ അടുത്ത് കയറും. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചായയും കടിയൊക്കെ കൊടുക്കും. ഉച്ച നേരത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചോറും കറിയും അങ്ങനെയുള്ള സംഭവങ്ങൾ. വൈകുന്നേരമാണെങ്കിൽ ആ സമയത്ത് എന്താണ് നമ്മളെ കയ്യിലുള്ളത് അതൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് അതിന് പറഞ്ഞു വിടൽ. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അവർക്ക് കൊടുക്കാത്ത അനുഗ്രഹങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് തന്നതാണ്. എന്നോട് എൻ്റെ ഈ ഒരു സഹോദരി എപ്പോഴും പറയും, ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും നിന്നെയും ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥന ആയിരിക്കും നമ്മുടെ ഒരു കൂട്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് പഠിച്ചവൻ കേൾക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥന ഇല്ലാതെ പഠിച്ചവൻ കേൾക്കുന്നത് അവരുടെയൊക്കെ പ്രാർത്ഥന ആയിക്കാരം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ തളരരുത്. പഠിച്ചോ, എനിക്കതൊന്നും തന്നില്ലല്ലോ, ഓർക്ക് എന്തെല്ലാം അസുഖങ്ങളാണ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കരുത്. നമ്മളിലേറെ ഓരോ കുറവുകളുള്ള വ്യക്തികളെ ചിന്തിക്കുക. നമ്മളിലേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലും ഉള്ളവരിലേക്ക് ചിന്തിക്കുക. നമ്മുടെ താഴേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ അള്ളാഹു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. തരാത്തതിനെക്കുറിച്ച് പറഞ്ഞ് പരാതി പറയാതെ തന്നതിനെക്കുറിച്ച് പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് താനേ വന്നുകൊള്ളും. നിങ്ങൾ കുറച്ച് കാലം അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.
പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ പടച്ചവൻ തന്ന കാര്യങ്ങൾക്ക് പടച്ചവനോട് നന്ദി പറയുന്നതാണ്. അല്ലാതെ പടച്ചവൻ തരാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പടച്ചവനോട് പരാതി പറയുന്നതല്ല. അത് നമ്മൾ മനുഷ്യന്മാർക്കായാലും അങ്ങനെ തന്നെയല്ലേ. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്ത് നമ്മോട് പറയുകയാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഒരു ഇഷ്ടവും സന്തോഷമാണ്. പിന്നെയും നമുക്കത് ചെയ്തു കൊടുക്കാനാണ് തോന്നുക. അതല്ല നമ്മൾ എന്ത് ചെയ്താലും അതിങ്ങനെ പരാതി പറഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് പടച്ചവൻ. നമ്മൾ പടച്ചവനോട് എത്രത്തോളം നന്ദി പറയുന്നോ അത്രത്തോളം പടച്ചവൻ നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും തന്നുകൊണ്ടിരിക്കും. നമ്മൾ പരാതികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമുക്കൊരു പരാജയമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനോട് നന്ദി പറയുന്നവരായിരിക്കുക. അപ്പോൾ നമുക്കുള്ള എല്ലാ സൗഭാഗ്യവും അള്ളാഹു തരുന്നതാണ്. പുണ്യ റജബ് മാസം കഴിയാനായി തുടങ്ങി. അപ്പോൾ നമ്മൾ റജബിൽ വിത്തുകൾ വിതയ്ക്കുന്ന മാസമാണല്ലോ. നല്ല പതിരുകളില്ലാത്ത വിത്തുകൾ വിതയ്ക്കുക. അപ്പോഴുള്ളൂ നല്ല ഫലങ്ങൾ അതിൽ നിന്ന് റമളാനിൽ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.